നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് പേ ബാക്ക് പീരിയഡ് മെത്തേഡ് എന്താണെന്നാണ്. അപ്പോൾ അതിലേക്ക് പോണതിന് മുന്നേ നമുക്ക് ആദ്യം പേ ബാക്ക് പീരിയഡ് എന്താണെന്ന് നോക്കാം. പേ ബാക്ക് പീരിയഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു എമൗണ്ട് നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്യാണ്, എന്തെങ്കിലും എന്തോ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണോ ആ ഇൻവെസ്റ്റ് ചെയ്ത കറക്റ്റ് എമൗണ്ട് നമ്മുടെ കയ്യിലേക്ക് തിരിച്ചെത്തുന്നത്, ആ പീരീഡിനാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് 1,00,000 രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വിചാരിക്കും. അപ്പോൾ നമുക്കൊരു കൊല്ലം 10,000 വെച്ചിട്ടേ കിട്ടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 10 കൊല്ലം 10,000 വെച്ച് കിട്ടിയിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് 1,00,000 രൂപ കറക്റ്റ് നമ്മുടെ കയ്യിലെത്തുള്ളൂ. അപ്പം ആ 10 കൊല്ലം എടുക്കുന്നുണ്ടെങ്കിൽ ആ 10 കൊല്ലത്തിനാണ് നമുക്ക് പേ ബാക്ക് പീരീഡ് എന്ന് പറയാം. അപ്പോൾ അത് 100 രൂപയാണെങ്കിൽ നമുക്കിപ്പോൾ 10 രൂപ വെച്ചിട്ടാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 5 രൂപ വെച്ചിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്കും ഇപ്പോൾ 20 കൊല്ലം എടുക്കേണ്ടി വരും ആ ക്യാഷ് മൊത്തം കിട്ടാൻ വേണ്ടി. ഇത് ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പം അങ്ങനെ എടുക്കുന്ന എത്ര കൊല്ലം കൊണ്ടാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നത്, ആ പീരീഡിനാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് എന്ന് പറയാം. ഇതിൽ മെയിനായിട്ടൊരു പോയിന്റ് ഉണ്ട്, അത് വന്നിട്ട് ഷോർട്ടർ ദ പേ ബാക്ക് പീരീഡ് മോർ ഡിസൈറബിൾ എ പ്രൊജക്റ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കുറഞ്ഞ കാലയളവിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടുക എന്ന് പറയുന്നത് അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. കാരണം നമ്മളിപ്പം കാലം കഴിയുന്നതിനനുസരിച്ച് നമുക്കിപ്പം പൈസേൻ്റെ മൂല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് കിട്ടേണ്ട 1 രൂപ ഇന്ന് കിട്ടുന്നതാണ് നല്ലത്. ഇപ്പോൾ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ആ 1 രൂപ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് നഷ്ടമാണുള്ളത്. അപ്പോൾ ഇന്ന് കിട്ടേണ്ട പൈസ നമുക്ക് നേരത്തെ തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ കിട്ടുന്ന പൈസ പിന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാം. അപ്പം നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഒരു ഷോർട്ടർ ടൈമിൽ തന്നെ നമുക്ക് തിരിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് ഉള്ളത്. ഇനി പേ ബാക്ക് പീരീഡ് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ആനുവലി ഈക്വൽ ആയിട്ട് ഇൻഫ്ലോ ഉള്ളതും അൺഈക്വൽ ആയിട്ട് ഇൻഫ്ലോ ഉള്ളതും. ഈക്വൽ ആയിട്ട് എന്ന് പറയുമ്പോൾ ഓരോ കൊല്ലവും ഇപ്പോൾ 10,000 വെച്ചിട്ടാണ് കിട്ടുന്നതെങ്കിൽ എല്ലാ കൊല്ലവും 10,000 വെച്ചിട്ടാണ് കിട്ടുന്നത്. അൺഈക്വൽ ആയിട്ടെന്ന് വെച്ചാൽ ചിലപ്പം ഇന്ന് 10,000 ആയിരിക്കും, പിറ്റത്തെ കൊല്ലം 8,000 ആയിരിക്കും, ചിലപ്പോൾ 12,000 ആയിരിക്കും കിട്ടുക. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഇൻഫ്ലോ വരുന്നതിനാണ് പേ ബാക്ക് അൺഈക്വൽ ആയിട്ടുള്ളത് പറയുന്നത്. അപ്പം നമുക്കിതിന് ഇക്വേഷനൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് വെൻ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആർ ഈക്വൽ ആയിട്ടുള്ളതാ നോക്കാം. അപ്പം ഇതിൻ്റെ ഇക്വേഷൻ വന്നിട്ട് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ എത്ര എമൗണ്ട് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത്. ഇപ്പോൾ 10 രൂപയാണെങ്കിൽ 10 രൂപ, 100 രൂപയാണെങ്കിൽ 100 രൂപ, അതാണ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ പ്രൊജക്റ്റ്. ഇപ്പോൾ രണ്ടാമത്തെ വന്നിട്ട് ആനുവൽ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ എന്ന് വെച്ചാൽ നമുക്ക് കൊല്ലം എത്ര രൂപ വെച്ചിട്ടാണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നത്, ക്യാഷ് ഇൻഫ്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പേ ബാക്ക് പീരീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈക്വൽ ആയിട്ടുള്ളതാണ് കേട്ടോ. ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഡിവൈഡ് ബൈ നമുക്ക് കൊല്ലം എത്ര എമൗണ്ട് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ എമൗണ്ട്. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതാ ഒരു 1,00,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു വിചാരിക്കുക. ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് എല്ലാ കൊല്ലവും 20,000 രൂപ വെച്ചിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ 1,00,000 ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് എല്ലാ കൊല്ലം 20,000 ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം പേ ബാക്ക് പീരീഡ് അറിയണമെങ്കിൽ 1,00,000 നമ്മൾ 20,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ 5 കൊല്ലം കിട്ടി. അപ്പം ഇതാണ് ഈക്വൽ ആയിട്ട് വരികയാണെങ്കിലുള്ള ഇക്വേഷൻ, അത് ചെയ്യേണ്ട രീതി. നമ്മളിപ്പം ആനുവൽ ഇൻഫ്ലോ നമ്മളിപ്പം അൺഈക്വൽ ആയിട്ടാണ് വരുന്നത് വിചാരിക്കുക. അപ്പം അൺഈക്വൽ ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ വന്നിട്ട് പേ ബാക്ക് പീരീഡ് ഈസ് ഈക്വൽ ടു y പ്ലസ് ബി ബൈ സി. y എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു 5 കൊല്ലം കൊണ്ടാണ് ഇപ്പോൾ തിരിച്ച് കിട്ടുന്നതെന്ന് ആ എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ 5 കൊല്ലം കൊണ്ട് ഇപ്പോൾ തിരിച്ച് കിട്ടുകയാണെങ്കിൽ അതിന് തൊട്ട് മുന്നത്തെ കൊല്ലം ഏതാണ്, 4ാമത്തെ കൊല്ലം, നമ്പർ ഓഫ് ഇയേഴ്സ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ ഇയർ ഓഫ് ഫൈനൽ റിക്കവറി. ഇപ്പം 5 കൊല്ലം കൊണ്ടാണ് നമുക്കത് കിട്ടിയതെങ്കിൽ ഇതെന്ന് പറയുന്നത് എത്രയായിരിക്കും, 4ാമത്തെ കൊല്ലമായിരിക്കും y എന്ന് വരിക, തൊട്ട് മുന്നത്തെ വർഷം.
ബി എന്ന് പറയുന്നത് ബാലൻസ് എമൗണ്ട് സ്റ്റിൽ ടു ബി റിക്കവേർഡ്. നമുക്കിപ്പോൾ കുറച്ച് പൈസ കൂടി കിട്ടാനുണ്ട് എന്ന് വിചാരിക്കാം. ആ എമൗണ്ടിനെയാണ് നമ്മൾ ബി എന്നായിട്ട് പറയാം. പിന്നെ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് ഓരോ കൊല്ലം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കില്ലേ, ആ കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും ലാസ്റ്റ് കൊല്ലല്ലേ, ഏറ്റവും ലാസ്റ്റ് കൊല്ലം എത്രയാണോ കിട്ടിയത് അതാണ് സി എന്ന് പറയാം. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇതിൽ നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. അപ്പോൾ ആദ്യത്തെ കൊല്ലം നമുക്ക് 2,000 കിട്ടി, പിന്നത്തെ കൊല്ലം 4,000 കിട്ടി, പിന്നെ 3,000 കിട്ടി, പിന്നെ 2,000 കിട്ടി. അപ്പോൾ ആദ്യത്തെ കൊല്ലത്തെ 2,000 എന്താ കിട്ടിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കൊല്ലത്തെ 4,000 കൂടി ആടാകുമ്പോൾ 4 × 2 6 കിട്ടി. പിന്നെ ഇതാ 3,000 കൂടി കിട്ടി മൂന്നാമത്തെ കൊല്ലം. അപ്പോൾ 6 × 3 9ആയി. ലാസ്റ്റ് കൊല്ലം നമുക്ക് നാലാമത്തെ കൊല്ലം 2,000 കൂടി കിട്ടി. അപ്പം 9 × 2 11,000 രൂപ കിട്ടിയിട്ടുണ്ട്. 10 × 2 നമുക്ക് 11 കിട്ടി. അപ്പം 1,000 രൂപ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിൻ്റെ ഇക്വേഷൻ വന്നിട്ട് y + b/c ആണ്. y എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിക്കവർ ചെയ്ത ലാസ്റ്റ് ഇയർ തൊട്ട് മുന്നത്തെ കൊല്ലം, ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ട് ഇനിയും കിട്ടാനുള്ളത് അല്ലെങ്കിൽ റിക്കവർ ആയി അങ്ങനെയൊക്കെ. നമുക്കിപ്പോൾ 1,000 രൂപ എക്സസ് കിട്ടിയിരുന്നല്ലോ അങ്ങനെ. പിന്നെ സി എന്ന് പറയുന്നത് ലാസ്റ്റ് നമുക്ക് എത്രയാണോ കിട്ടിയത്, നമുക്ക് ഇവിടെ 2,000 ആണ് കിട്ടിയത്. അപ്പം സി ആണിത്. നമുക്ക് ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് എമൗണ്ട് കൂടി കിട്ടിയായിരുന്നു തൊട്ട് മുന്നത്തെ കൊല്ലം എന്ന് വെച്ചാൽ നാലാമത്തെ കൊല്ലത്തിൻ്റെ തൊട്ട് മുന്നത്തേതാണ് മൂന്നാമത്തെ കൊല്ലം. അപ്പം 3. പിന്നെ ഇതാ നമുക്ക് എക്സസ് ആയിട്ട് കിട്ടിയ 1,000 രൂപ. പിന്നെ നമുക്ക് ലാസ്റ്റ് കൊല്ലത്തെ എത്രയാണോ അത്, ലാസ്റ്റ് കൊല്ലം എത്രയാണ് 2,000 ആണ് കിട്ടിയത്. അപ്പം 0 0 അത് 3 0 നമ്മൾ കട്ട് ചെയ്യാണ്. അപ്പം എത്രയായി 3 + 1/2 എന്ന് വരും. 3 + 1/2 എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പം 3 കൊല്ലവും 6 മാസവും കിട്ടും. ഇതിപ്പോൾ അല്ലാതെ തന്നെ ചെയ്യുകയാണെങ്കിൽ 3 6 7/2 എന്ന് വരും. 7/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായി, 7/2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3.5. 3.5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 കൊല്ലവും 6 മാസവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും ടോപ്പിക്കിൽ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.